ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഖത്തറിലുള്ള ലൂസൈലിലേക്ക് ഒരു യാത്രയാണ്. നമ്മളുടെ പേഴ്സണൽ എക്സ്പെൻസ് കൂടാതെ വെറും 6 റിയാലിന് എങ്ങനെ ലൂസൈലിൽ പോയിട്ട് വരാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ മെട്രോ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പിലേക്ക് ബസ് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോണിൽ ഓൾറെഡി ചെക്ക് ചെയ്തു. ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും നമ്മൾ മെട്രോ കാർഡ് ടാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ കാർഡൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തും. സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ഉഖ്ബ ബിൻ നഫി എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് റെഡ് ലൈൻ കിട്ടും. അതല്ലാത്ത സ്ഥലത്തുള്ളവരാണെങ്കിൽ റെഡ് ലൈനിലേക്ക് കണക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ലൂസൈലിലേക്കുള്ള ട്രെയിൻ എടുക്കാൻ പറ്റുള്ളൂ. ആ ട്രെയിനിൽ കയറിയിട്ട് ലക്താഫിയ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് ട്രാം സർവീസ് എടുക്കണം. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ട്രാമൊക്കെ ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ടാപ്പിനും ടാപ്പ് ഔട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ന് 2 റിയാൽ കട്ടാവും. സോ ഫസ്റ്റ് 2 റിയാൽ മെട്രോയിലും സെക്കൻഡ് 2 റിയാൽ ട്രാമിലും കട്ടായി. അങ്ങനെ മൊത്തം 4 റിയാലോടുകൂടി നമ്മളിതാ ലൂസൈലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു മൂൺ ടവർ ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മുന്നേക്ക് ഞങ്ങൾ വരുമ്പോൾ ഈ ഹോട്ടൽ കുറച്ച് ദൂരെ കാണുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ട്രാമിൽ കയറി ഫസ്റ്റ് സ്റ്റോപ്പാണ് മെറീന സൗത്ത്. അവിടെ ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ദൂരെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് സ്റ്റോപ്പാണ് മെറീന സെൻട്രൽ. അവിടെയാണ് ഞാനിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് വന്നത്. എനിക്ക് ആ ഒരു പ്ലേസിലേക്ക് പോകണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സോ ഞാൻ ഈ കാണുന്ന വാക്വേയിലൂടെ നടന്ന് പോവാണ്. എന്തായാലും എത്താതിരിക്കില്ലല്ലോ. സോ നമുക്ക് നടന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഈ ഒരു മൂൺ ടവർ ഹോട്ടൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വാക്വേയിലൂടെ ഞാൻ നടക്കുവാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഫാമിലീസ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രൈഡേ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇന്ന് പ്രതീക്ഷിച്ചത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നടന്ന് അറ്റെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന്. സോ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സായിട്ടാണ് വരൽ. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. നല്ല കാറ്റാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റും അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറയുന്ന സംഭവമാണ്. എല്ലാ വർഷവും ഞങ്ങൾ നോക്കും ഓപ്പൺ ആയോ എന്ന്. പക്ഷേ ഇല്ലായിരുന്നു. ഇത്തവണ ഓപ്പൺ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറ്റിയാൽ അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നും നിന്നും ഒക്കെ കാഴ്ചകൾ കണ്ടു. പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. എനിക്ക് ഖത്തറിൽ ഇങ്ങനെ നൈറ്റ് പോയിരിക്കാനായിട്ട് ഇഷ്ടമുള്ള 2 പ്ലേസാണുള്ളത്. ഒന്ന് ലുസൈലും ഒന്ന് കോർണിഷും. എപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഈ മൂൺ ടവർ ഹോട്ടൽ കണ്ടിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് സത്യം പറഞ്ഞാൽ മതിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുക്കുമായിരുന്നു. സോ ഈ ഒരു ഹോട്ടലിൻ്റെ നേരെ തന്നെ കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അധികം ദൂരമില്ല കേട്ടോ. തൊട്ടടുത്താണ്. നമുക്ക് ട്രാവലിനും ഒക്കെ ഈസിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇല്ല സത്യം പറഞ്ഞാൽ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ച് കയറുവാണ്. ഫസ്റ്റ് നമുക്ക് ട്രാം എടുക്കണം. ട്രാം എടുക്കേണ്ടത് ലക്താഫിയേക്കാണ്. കാരണം അവിടെ എത്തിയിട്ട് വേണം നമുക്ക് മെട്രോയിലേക്ക് ചേഞ്ച് ആവാനായിട്ട്. ഇവിടെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്, ട്രാം ടു ലക്താഫിയ എന്നിട്ട് താഴേന്ന്. എവിടെ നോക്കിയാലും നമുക്ക് ഡയറക്ഷൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി മെട്രോ സ്റ്റാഫ് ഉണ്ട്, അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ട്രാവൽ എക്സ്പെൻസിനെ കുറിച്ചൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് 2 റിയാൽ എനിക്കായത് എൻ്റെ സ്റ്റേഷൻ ടു ലക്താഫിയ വരെയാണ്. ലക്താഫിയയിൽ നിന്ന് ഞാൻ ലൂസൈലിലേക്ക് ട്രാം എടുത്തു 1 സൈഡ്. ഇപ്പോൾ ഞാൻ സെക്കൻഡ് സൈഡ് ലൂസൈൽ ടു ലക്താഫിയ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു 2 റിയാൽ കൂടി കംപ്ലീറ്റ് ആകും. അപ്പോൾ 4 ആയി. ഇനി ഈ ലക്താഫിയയിൽ നിന്ന് എൻ്റെ സ്റ്റോപ്പിലേക്ക് ഉഖ്ബ ബിന്നിലേക്ക് വീണ്ടും ഒരു 2 റിയാൽ. അപ്പോൾ മൊത്തം 6 റിയാൽ. അത് കഴിഞ്ഞ് ഫ്രീ മെട്രോ ബസ്സിന് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ, അങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ റെസ്റ്റ് ഓഫ് ദ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഓഫിൻ്റെ അന്ന് ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫുള്ള് നികിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. മറ്റേ റൂമിലേക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നികി ഞാനില്ലാത്തപ്പോൾ സ്റ്റേ ചെയ്യുന്നൊരു റൂമുണ്ട് ഇവിടെ. അവിടെ ചേട്ടന്മാർക്ക് കൊണ്ടുപോയി. അന്ന് ഓഫായിരുന്നു. ഞങ്ങളതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് പായസത്തിനോട് നമുക്കൊരു താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സർപ്രൈസായിട്ട് സേമിയ പായസം ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. ഞാൻ അന്ന് വാങ്ങിയപ്പോൾ 2 പായസം മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് വരൂ.
അങ്ങനെ ഞാൻ പിന്നെ സമാധാനമായി കിച്ചണിൽ പോയി ഈ ഒരു ചെറിയ ഉരുളിയുണ്ട്, അപ്പോൾ ഇതിലാണ് ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. വലിയ പണിയില്ലല്ലോ, കാരണം ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് അല്ലേ. അപ്പോൾ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കറക്റ്റ് അളവൊന്നും എനിക്കറിയില്ല, കാരണം ഈ ഒരു പാക്കറ്റ് ഫുൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട, പകുതിക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിറപ്പറയുടെ പായസം മിക്സാണ്. അതിലിതാ ഇങ്ങനെ പഞ്ചസാര, സേമിയോ, പിന്നെ കാഷ്നട്ടും മുന്തിരിയും ഭയങ്കര പിശുക്കാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, അത് സെപ്പറേറ്റ് ഇട്ടണതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ പാല് തിളപ്പിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്, ഇതിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അങ്ങനെ ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു സമാധാനത്തിന് 2 ഏലക്ക പൊടിച്ചിട്ടു. അതിലുള്ളതിൽ എനിക്ക് അത്ര സ്മെല്ല് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. എനിക്ക് പായസത്തിൽ അങ്ങനത്തെ ഒരു ഇത് ഒഴിക്കുമ്പോൾ ഒരു ക്രീമി സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും, അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യിൽ സെപ്പറേറ്റ് കാഷ്നട്ടും റേസിൻസും വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അതിൽ വളരെ കുറവ് 1, 2, 3 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം പായസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. ആദ്യം എനിക്ക് ഉണ്ടാക്കിയപ്പോൾ മണ്ടത്തരം പറ്റി, ഞാൻ അതിലുള്ളത് മാത്രം ഇട്ടിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. സോ അങ്ങനെ ഞാൻ അതിട്ട് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്ത് എളുപ്പമല്ലേ ഇപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഹോളിൽ പോയിരുന്നപ്പോൾ ചുമ്മാ വിൻഡോ തുറന്ന്, എനിക്കെപ്പോൾ ഇവിടെ വെറുതെ വന്നിരുന്നാലും ഒന്ന് വിൻഡോ തുറന്ന് പുറത്ത് നോക്കിയാലൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതാ കറക്റ്റായിട്ട് വേസ്റ്റിൻ്റെ വണ്ടി വന്നു കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു സമയം ഒരു 10:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഏരിയയിൽ വരും. എന്നിട്ട് ഇതേപോലെ 2 പേര് പുറകിലുണ്ടാവും. അവരത് വലിച്ചു കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബോക്സ് പൊങ്ങിയിട്ട് വേസ്റ്റ് കംപ്ലീറ്റ് വണ്ടിയിലേക്ക് ഡംപ് ചെയ്യും. എന്നിട്ട് അവർ തിരിച്ചത് ലോക്ക് മാറ്റി നമ്മളുടെ സ്ഥലത്ത് വെക്കും. എല്ലാ ദിവസവും ഇതിങ്ങനെ കളക്ട് ചെയ്യും കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു, കാരണം ഒരു വേസ്റ്റ് പോലും, ഒരു മിഠായിയുടെ റാപ്പ് പോലും നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല കേട്ടോ. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പുറത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്കി വന്നു. അപ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഗേറ്റ് അകത്തുനിന്ന് ആരോ പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേപോലെ ഞാൻ കടയിൽ പോയി ജസ്റ്റ് ഒന്ന് തൊട്ടടുത്ത് കടയിൽ പോയി വന്നപ്പോഴേക്കും അകത്തുനിന്ന് ആരോ പൂട്ടിയിട്ട് പോയി. ഞാൻ കീ എടുത്തില്ല. പിന്നെ ഒരു അങ്കിളും ആൻറ്റിയും താഴത്തെ റൂമിൽ പുറത്തുനിന്ന് വന്നപ്പോഴാണ് എനിക്കും കയറാൻ പറ്റിയത്. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ആ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. നിങ്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാം. ഒരു സർപ്രൈസ് ഉണ്ട്, ഗസ് ചെയ്യാൻ പറ്റും. വീഡിയോ എടുക്കണേ. ആ, ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഫുഡ്. ആ, ഫുഡ് എന്തെങ്കിലും ഗസ് ചെയ്യാൻ? ഇല്ല. ബിരിയാണി അല്ല, അത് ബാർബിക്ക് മേടിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതല്ല മെയിൻ ഫുഡല്ല, വേറെ എന്തെങ്കിലും ഗസ് ചെയ്യ. ചെറിയ ചെറിയ ഐറ്റംസ് ഗസ്സില്ല. നോക്കി നോക്ക്. ഇഷ്ടമാണോ? അങ്ങനെ എനിക്ക് ഫ്രഷായി വന്നപ്പോൾ ഞാൻ പായസം കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് ആകെ വെക്കാൻ അറിയുന്നത് ഈ സേമിയ പായസമാണ്. വേറെ പായസമൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇതാണെങ്കിൽ മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്തു. പിന്നെ ഞാനും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. ബാർബിക്യൂ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഇവിടുത്തെ തുർക്കിഷ് എന്നാണ് വാങ്ങിക്കാറ്. എനിക്കത് അത്ര പോവില്ല, കാരണം ഒരു പകുതിയൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. ഫുൾ എനിക്ക് പറ്റില്ല, വേറെ ടേസ്റ്റൊക്കെ പോലെ തോന്നും. അപ്പോൾ നികി അതുകൊണ്ട് ഇത്തവണ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരുപാടുണ്ട്, അവിടെ നിന്ന് ആണ് വാങ്ങിയത്. ശ്രീലങ്കൻ ഫുഡും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും തമ്മിൽ ഒരു ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ടേസ്റ്റൊക്കെ മസാലയൊക്കെ ഏകദേശം സെയിമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഫുള്ള് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.